ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇല്ല. അയ്യോ അറിയില്ല. എന്നെ കൊല്ലം. അയ്യോ വേണ്ട വേണ്ട. അയ്യോ അയ്യോ വേണ്ട. ഞാൻ കാല് പിടിക്കാം. ഞാൻ ചെയ്തു പോയതിനൊക്കെ എന്നോട് ക്ഷമിക്കണം. ഞാൻ കാല് പിടിക്കാം. ഇനി നീ കാരണം എന്റെ ഗീതയുടെ കണ്ണൊന്ന് കലങ്ങിയാൽ ഇനി ഒരിക്കലും അതും ഉണ്ടാവില്ല. ഇനി നീ നീനയുടെ മുഖത്ത് നോക്കാനുണ്ടല്ലോ. കൊന്നു തന്നെ, ആ നിമിഷം കൊന്നു. വെറുമാക്കല്ലോ. ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നനാ കൊല്ലു ഞാൻ. അല്ല, സത്യം. ഗീതയാണ് സത്യം. എന്റെ മോനാണ് സത്യം. എന്താ ഇവിടെ ഒച്ച കേട്ടത്? ഒന്നുമില്ല. ചിലപ്പോ എലി ഓടിയതായിരിക്കും. ശരിയാ, ഇവിടെ ഭയങ്കര എലി ശല്യ. അതും കോഴി പോലത്തെ എലി. കുടിക്കാൻ തന്നെ എടുക്കട്ടെ. എനിക്കൊന്നും വേണ്ട, സുരേഷ് എന്തെങ്കിലും കൊടുക്കും. വേണോ? വേണം. സുജ ഇത്തിരി ഗോമൂത്രം കിട്ടുമോ നോക്കണ്ട്. ഗോമൂത്രം? ഈ ഗോമൂത്രത്തിൽ കടുക്ക ഉപ്പിട്ട് കുടിച്ചാ വില നീർക്കട്ടോ ചതവോ ഉണ്ടെങ്കിൽ നല്ലതാ. ആർക്കും കുടിക്കാം. സുരേഷിന് കുടിക്കാം. അയ്യോ പോരാ പോരാ. നാളത്തെ ഫ്ലൈറ്റിനുണ്ടെങ്കിൽ നാളെ തന്നെ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് കൺഫേം ചെയ്തിട്ട് ഈ നമ്പറിൽ വേണ്ട, എൻ്റെ വീട്ടിലെ നമ്പറില്ലേ, ആ നമ്പറിൽ വിളിച്ചാൽ മതി. അതെ, ഓക്കെ, താങ്ക് യു. ഗംഗേട്ടൻ പറഞ്ഞു നീ വീണൂന്ന്. എന്റെ അടുത്ത് ഒന്ന് വീണു. ഇച്ചിരി കടുപ്പമായി പോയി. എവിടെ വീണു? അത് നമ്മുടെ ശ്രീധരമാമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ആ പാറക്കൂട്ടങ്ങളില്ലേ, നല്ല ഭംഗിയല്ലേ അവിടെ കാണാൻ. പാടവും പുഴയും. ഞാൻ ആ ഭംഗിയൊക്കെ കണ്ട അങ്ങനെ നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് അടി തെറ്റി ഒരൊറ്റ വീഴ്ച. ഒരു 10-40 അടി താഴേക്ക്. എന്നിട്ട് എല്ല് വല്ലതും പൊട്ടിയോടാ? എല്ല് മാത്രം പൊട്ടിയില്ല. ഭാഗ്യം. ഈ വേദനയും വെച്ചിട്ടാണ് നീ ഇപ്പൊ തിരിച്ചു പോകാൻ പോണത്. അല്ല, അത് പിന്നെ ഗൾഫിൽ പുതിയ റൂള് വരികയല്ലേ, എടുത്ത് പത്രത്തിൽ വായിച്ചില്ലേ. ഇനി പഴയതുപോലെ ഒന്നുമല്ല, വിസക്കൊക്കെ വലിയ പ്രശ്ന. അതിന് നിനക്കെന്താ പ്രശ്നം? നിനക്ക് റെസിഡന്റ് വിസ ഇല്ലേ? അതെ, എന്നാൽ ഉടനെ പോകുന്നതാ നല്ലത്, അല്ലെങ്കിൽ പ്രശ്ന. അല്ല, ഷോപ്പിലെ നീ ഇപ്പൊ പോയാൽ ശരിയായില്ലെന്ന് ഏട്ടൻ പറയുന്നത്. രവിളിയെ നമ്മളെല്ലാം തുരത്തോടിക്കാൻ ശ്രമിക്കുക. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം. തൽക്കാലം നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒറ്റക്കെട്ടായി നിൽക്കാൻ. തന്നെയല്ല, ഞാനല്ല ഗീതയല്ലേ നിൽക്കേണ്ടത്. അവളിവിടെ ഉണ്ടല്ലോ. എനിക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലൊന്ന് തല കാണിക്കണം. എന്താ സുരേഷ് തിരിച്ചു പോകണം? അതെ രവേട്ട, എനിക്കവിടെ ചെന്നിട്ടൊരു അത്യാവശ്യം. ഗീതയോ? അവളിവിടെ ഉണ്ട്. അവൾക്കും മോനും കൂടെ ഒരു ടിക്കറ്റ് പറഞ്ഞേക്ക്, അവരും പോരട്ടെ. ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ വിസയുടെ കാര്യമാണ്. രവിയേട്ടൻ പത്രം വായിച്ചില്ലേ? നിയമമൊക്കെ വരാൻ പോകുന്നല്ലേ ഉള്ളൂ. നീ ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടിപ്പോയിട്ട് എന്താ കാര്യം? അവിടെ ഷോപ്പിൽ നിന്റെ അനിയന്മാരൊക്കെ ഇല്ലേ? ഗീതയ്ക്കും മോനും കൂടെ ഒരു വിസ ഏർപ്പാടാക്കും. അവിടെ ഫ്ലാറ്റ് ഉള്ളതല്ലേ, അവരും പോരട്ടെ. അതല്ലേ നല്ലത്? അതെ, പക്ഷെ പെട്ടെന്നൊരു വിസ കിട്ടാൻ. വിസിറ്റിംഗ് വിസ കിട്ടുമല്ലോ. അത് കിട്ടും. അവിടെ ചെന്നിട്ട് ബാക്കി ശരിയാക്കിയാൽ മതി. അവൾ എത്ര കാലാന്ന് വെച്ചാൽ പിരിഞ്ഞു നിൽക്കുക. നീ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഒരുമിച്ച് പോവാ. ഏട്ടൻ പറഞ്ഞില്ലേ, സുരേഷ് നല്ല സ്നേഹമുള്ളവനാ അല്ലേ സുരേഷ്? വാ പറയട്ടെ. എന്താടാ നീ കോടതിയുടെ മുമ്പിൽ പ്രതി നിൽക്കണ പോലെ? അങ്ങനെ തോന്നിയോ? എന്താടാ നീയും ഏട്ടനും കൂടെ ഞങ്ങളെ പറ്റിക്കാൻ വല്ല കോംപ്രമൈസ് ഉണ്ടാക്ക? ഞാൻ വേറൊരു വഴിയിൽ മൂപ്പരൊന്ന് പിടിക്കാൻ നോക്കിയതാ. അവനെ വരച്ച വരെ നിർത്തിത്തരേട്ടൻ പോരെ. ഇനി അടിക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഇന്നലെ കൈ മുറിഞ്ഞ് ചോര ഒലിപ്പിച്ച് വന്നത് കണ്ടപ്പോ എനിക്ക് പാവം തോന്നി. എന്റെ നെഞ്ച് കലങ്ങിപ്പോയി. എന്നെ ഇഷ്ടമല്ലെങ്കിൽ പൊയ്ക്കോട്ടെ സുരേഷ് ഏട്ടൻ. നീ ഇത്ര പാവായി പോയില്ലോടി. അവൻ നിന്നെ വിട്ടുപോകുന്നില്ല, ഏട്ടനെ പേടിച്ചിട്ടല്ല. നിന്റെ ഈ സ്നേഹം അതങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ല. ലോകത്ത് ആരെ എന്തിനേയും ജയിക്കാൻ പറ്റിയ ഒരേ ഒരു ആയുധമുള്ളൂ. എന്താ അത്? സ്നേഹം. അതില്ലാണ്ട് വരുമ്പോഴാണ് ചതിയും വഞ്ചനയും പകയൊക്കെ ഉണ്ടാവണം. ഏട്ടൻ വിളിപ്പിച്ച് വേറൊരു കാര്യം ചോദിക്കാനാ. സുനന്ദയ്ക്ക് എന്താടി പറ്റിയത്? എന്താ അവളുടെ കുഴപ്പം? അസൂയ തന്നെ, അല്ലാണ്ടെന്താ? ചേച്ചി വിചാരിച്ചൊന്നും കിട്ടിയില്ല അത്രേ. അതിന് ബാക്കിയുള്ളവരുടെ ദേഷ്യം നമ്മളെന്താ ചെയ്യാ? ചത്ത് ജീവിക്കുന്നയാൾക്ക് പിന്നെയും ചാവാൻ പേടി. ചത്ത് ജീവിക്കേ? അതെന്താ? അതല്ലേ നിങ്ങളിപ്പോ ചെയ്യുന്നേ? ചത്ത ശവം പോലെ ജീവിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് എന്തുണ്ട്? നിങ്ങൾ ആരാ? ഞാൻ അഡ്വക്കേറ്റ് ഗംഗാധര മേനോൻ എന്ന് അളിയൻ മാത്രം പറയും. ബാക്കിയുള്ളവർക്കൊക്കെ സുനന്ദയുടെ ഭർത്താവ്. അതെനിക്ക് സന്തോഷാ. സുനന്ദ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ. എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടേ. സ്നേഹം എന്ന് പറയുന്നത് ഇതല്ല. സ്നേഹമുണ്ടെ പരിഭവം ഉണ്ടാവും, പിണക്കുണ്ടാവും, ദേഷ്യം ഉണ്ടാവും. തെറ്റ് കണ്ട ശാസിക്കും, തിരുത്തും, ചിലപ്പോൾ അടിക്കും. അടിക്കേ? ചില കാര്യങ്ങൾക്ക് അതും ഒരു നല്ല മരുന്നാ.
ഉപദ്രവിക്കാനല്ല, തിരുത്താൻ. ഈ ലോകത്ത് നമ്മൾ ആരെങ്കിലും എന്തിനെങ്കിലും ഒക്കെ പേടിക്കണം. പേടിയുണ്ടല്ലോ എനിക്ക്. അത് സുനന്ദയല്ലേ? ആ. ആ പേടിയല്ല ഞാൻ പറയുന്നത്. ഈശ്വരനെ പേടിക്കണം, ഗുരുവിനെ പേടിക്കണം, ചില കാര്യങ്ങൾക്ക് അമ്മയെ പേടിക്കണം, അച്ഛനെ പേടിക്കണം, ഭാര്യയെ പേടിക്കണം, മക്കളെ പേടിക്കണം. അല്ലെങ്കിൽ കുത്തഴിഞ്ഞു പോകും ജീവിതം. അളിയനും അളിയന്റെ അനിയനും കൂടെ അല്ലേ കോടതി പ്രാക്ടീസ് ചെയ്തിരുന്നത്? പിന്നെന്താ നിങ്ങൾ പിരിഞ്ഞത്? അത് സുനന്ദയ്ക്ക് ഇഷ്ടമല്ല. നിങ്ങൾ രണ്ട് കുടുംബങ്ങളും ഒന്നായിട്ട് ഒരിടത്തല്ലേ താമസിച്ചിരുന്നത്? അവിടെ നിന്ന് എന്താ പോകുന്നത്? അത് സുനന്ദയ്ക്ക് ഇഷ്ടമല്ല. ഇനി നാളെ സുനന്ദയ്ക്ക് അളിയനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അളിയൻ എന്ത് ചെയ്യും? അപ്പൊ ഈ കുളത്തില് ഈ ട്യൂബ് ഇല്ലാണ്ട് അങ്ങോട്ട് ചാടുക. ഫ്രൈ ദാൽ കഴിക്ക. ഗംഗേട്ടാ, രാജേട്ടനെ ഉടനെ വിളിക്കാൻ പറഞ്ഞു. ഓ, ഒരുമിച്ചിരുത്തി ഊട്ടുവാണോ? ആ, തിന്ന് തിന്ന്, വയറ് നിറച്ച് തിന്ന്. വേണ്ട സുനന്ദേ, ഭക്ഷണം കഴിക്കുമ്പോഴാണോ? എന്നാ വീശി കൊടുക്കാം. ഇവളോടൊന്നും ഒരു ദയ മര്യാദയും കാണിക്കേണ്ട ആവശ്യമില്ല. എന്റെ ഹരിയെ കൈവച്ചപ്പോ മുതലുള്ള കലിയ എനിക്ക്. അത് കുറെയൊക്കെ അവന്റെയും തെറ്റുണ്ട്. അവൻ എന്തിനാ ഓ, കഴിക്കരുത്? അത് കൊള്ളാം. എന്താ പോരലിവ്? ചേട്ടൻ അനിയത്തിയുടെ മുറി കയറിയ പോലെ ചേട്ടത്തിയുടെ മുറി കയറാൻ വല്ല പ്ലാനും ഉണ്ടോ? അയ്യേ, നീ എന്തൊക്കെ ഈ പറയണത്? കഷ്ടം. വന്നേ, വായിട്. എന്താ കുറെ നാളായി ഞാൻ ഓങ്ങി ഓങ്ങി നിൽക്കണം. പറയേണ്ടതേ പറയാവൂ, ചെയ്യേണ്ടതേ ചെയ്യാവൂ. നിനക്ക് നൊന്താ എനിക്ക് നോവും. തല്ലിയതല്ല, ഒരു മരുന്ന്. വാ, ഇനി നമുക്ക് ഏട്ടം. ആ, എത്തിയല്ലോ. ഹലോ. ഹലോ. ഹരി, നിന്റെ ഭാര്യയുടെ യഥാർത്ഥ ചരിത്രം അറിയോ? അതിനു മുമ്പ് കുറെ പഴയ ചരിത്രങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. വേണോ? രേഖകളുണ്ട്, കാണിച്ചു തരാം. നിന്റെ അമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വെറുതെ ആ വെളുത്ത മുഖത്ത് കരി തേക്കണ്ട. നീ ഇതൊന്നും കാര്യമാക്കണ്ട. വാ. ഓണപ്പോക്കിനൊരു റാണി. ഇവൻ വെറും മൃഗല്ല, കണ്ടാമൃഗ. ആ, പിന്നെ ഈ കരച്ചിലും പിഴിച്ചിലൊക്കെ അവരവരുടെ മുറിയിൽ, അതും വാതിലടച്ച് കുറ്റിട്ടിട്ട്. ഏട്ടത്തി, ഏട്ടൻ പോവാണ്. എങ്ങടാ? തിരിച്ച്. അല്ല, രവിയേട്ടൻ പുറപ്പെടുകയാണ്. ഏട്ടൻ എന്തിനാ പോണത്? ഞങ്ങളൊക്കെ പോയാ പോരെ. ഇതിപ്പോ ഏട്ടന്റെ വീടല്ലേ? ഏട്ടന് വീടുണ്ട് അവിടെ. ഒരു മുറി, ഒരു കൊച്ചടുക്കളി. അത് തന്നെ ധാരാളം. ഏട്ടനൊരു ചെറിയ കമ്പനിയിലെ തൊഴിലാളിയല്ലേ, അതെന്നെ കൊണ്ടോന്നറിയില്ല. ആരല്ല, എന്ത് പണിയെടുക്കാൻ അറിയാം, ജീവിക്കും. അപ്പോ ആധാരം നടത്തിച്ചോന്നു? നടത്തിച്ചു. അമ്മയെ കൊണ്ട് നിങ്ങളുടെ 4 ആളുടെ പേർക്ക് എഴുതിച്ചു ഏട്ടൻ. ഇതിപ്പോ നിങ്ങളുടെ വീടാണ്. ഒരപേക്ഷയുണ്ട്. അമ്മയുടെ കാലം കഴിയുന്നവരെങ്കിലും ഇത് പൊളിച്ചു വെക്കരുത്. നമ്മള് 4 അല്ലല്ലോ, 5 ആളല്ലേ ഏട്ടാ? എന്ന് ആര് പറഞ്ഞു? ഇപ്പൊ കേട്ടില്ലേ? രവിയേട്ടൻ ഗോവിന്ദൻ എന്റെ മോനല്ല, സ്വത്ത് മോഹിച്ചു വന്നൊരു ഫ്രോഡാണ്. ശരിയാണ്, ചിലർക്ക് മോഹിച്ചു തന്നെയാ വന്നത്. പക്ഷേ സ്വത്തും പണമൊന്നുമല്ല. എന്റെ മക്കൾക്ക് വല്യച്ഛൻ, ഇളയച്ഛൻ, സുനന്ദമായി, ഗീതമായി എന്നൊക്കെ വിളിക്കാൻ, ഓണത്തിനോ വിഷുവിനോ ഒക്കെ ഒന്ന് നാട് കണ്ടിട്ട് പോകാൻ. ഇനിയിപ്പോ ഒരു കാലത്ത് ഞാനില്ലാണ്ടായാല് അവരെന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ആ തെറ്റൊന്ന് ചൂണ്ടിക്കാണിക്കാൻ, ഒന്ന് ഗുണദോഷിക്കാൻ. ഇളയച്ഛനും അമ്മായിമാരും സാരില്ല. ഞങ്ങളുണ്ടാവും ഏട്ടാ, എന്നുണ്ടാവും. ഏട്ട പോകരുത്. ലച്ചു, ഇതമായി പറഞ്ഞ കേട്ടോ, നമ്മളിനി പോവണ്ടെന്ന്. രവിയേട്ടൻ, പണ്ട് ഞങ്ങൾ വികൃതി കാട്ടിയാലും അച്ഛൻ്റെ നടി രവിയേട്ടനായിരുന്നു. പക്ഷെ ഇന്ന് അച്ഛനല്ല, ഞങ്ങൾ തന്നെയാ തന്നത്. സാരില്ല, ഏട്ടനക്ക് അപ്പോഴും പറഞ്ഞില്ലേ? പറയാൻ അർഹതയില്ല.
എങ്കിലും ഏട്ടത്തിയും കുട്ടിയോടും രവിയേട്ടനും ഇവിടെ തന്നെ ഉണ്ടാവണം. വേണ്ട, പോയേ പറ്റൂ. ഈ വീട്ടിൽ എൻ്റെ മോന് ഇനിയും സങ്കടങ്ങളെ ഉണ്ടാവും. പോണം. ഈ വീട് അവൻ്റെ അല്ല. ഈ വീട്ടിൽ അവനൊരു അവകാശമില്ല. അമ്മ എന്തേ പറയണം? എന്താ, നിനക്കൊക്കെ അതല്ലേ വേണ്ടു? സ്വത്തും പണവും. ജീവിക്കും, സന്തോഷമായിട്ട് ജീവിക്കും. ഏട്ടനിവിടെ ഉള്ളതാണമ്മേ ഞങ്ങൾക്ക് സന്തോഷം. ഇതിനായി ഏട്ടം ഈ സ്നേഹത്തിൽ, അല്ലാതെ വേറൊന്നിനുമല്ല. വല്ലപ്പോഴും വരുമ്പോ ഒന്ന് ചിരിച്ചു കളിച്ച് സന്തോഷമായിട്ട് കഴിയും. പോകുമ്പോ ഒന്ന് കണ്ണു നിറയുക, ധാരാളം. ഇപ്പോ ഏട്ടൻ സന്തോഷായി. ഇനി ഏട്ടന് 2 കാര്യങ്ങൾ നിങ്ങൾ അനുവദിച്ചു തരണം. ഒന്ന് ദാവളം. സുജയ്, ഇവളങ്ങനെ മാറി നിൽക്കേണ്ട കുട്ടിയൊന്നുമല്ല. ഇവൾക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. അതെന്തോ ആയിക്കോട്ടെ. ഇവളുടെ ആവശ്യങ്ങൾക്കായിട്ട് ഒരു സംഖ്യ എഴുതി വെച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. പിന്നെ ഇവളുടെ അമ്മ എന്തെങ്കിലും തിരിച്ചു വന്നാൽ ദുഷിച്ച് തള്ളിക്കളയും. പിന്നെ അമ്മ എൻ്റെ കൂടെ പോര്. സുഖമില്ലാത്തപ്പോ അമ്മ ആരും ഒന്നും പറയണ്ട. കുറച്ചു കാലെങ്കിലും എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം. ആരെതിർത്താലും ഞാൻ പോകും. സൗകര്യക്കുറവുകളൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞു. പോരണം അമ്മയ്ക്ക് വാശി. ഞാൻ നോക്കിക്കോളാം. ശ്രീധരമാമ പോയി. രവിയേട്ടൻ പോണത് കാണാൻ വയ്യ. നന്നായി. ഞാൻ ഇറങ്ങുമ്പോൾ യാത്ര അയക്കാനും കണ്ണീരൊഴുക്കാനും ഒന്നും ആരും വരണ്ട. ഇനിയും വരും രവിയേട്ടൻ.